ഈ പീഡാനുഭവവാര ധ്യാനത്തിൻ്റെ 2-ാം ദിനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈശോ നടന്ന സഹനത്തിൻ്റെ വഴിയുടെ അർത്ഥം മനസ്സിലാക്കാനാണ് ഈ പീഡാനുഭവവാരത്തിൽ നാം പരിശ്രമിക്കുന്നത്. നമുക്കറിയാം, ഈ 2-ാം ദിനത്തിൽ, 1-ാം ദിനത്തിൽ നാം ഈശോയുടെ ഗത്സമനി അനുഭവത്തെയാണ് ധ്യാനിച്ചത് എങ്കിൽ 2-ാം ദിനത്തിൽ നാം ധ്യാനിക്കുന്നത് ഈശോയുടെ വിചാരണ, കുരിശുമരണം എന്നീ സത്യങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈശോയെ വിചാരണ ചെയ്ത് ഇല്ലാതാക്കാൻ കുറേ ആളുകൾ സംഘാതമായി പരിശ്രമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പ്രധാനമായും ഈ പീഡാനുഭവ വഴിയിൽ 3 വില്ലൻ കഥാപാത്രങ്ങളെ കണ്ടെത്താൻ വേണ്ടി പറ്റും. നമുക്കറിയാം, ഒരു സിനിമയാണെങ്കിൽ അതിനൊരു നായകനുണ്ട്. പീഡാനുഭവ കഥയിലെ നായകൻ ഈശോ മിശിഹായ, സംശയമൊന്നും. പക്ഷേ ഈശോ എന്ന ശക്തനായ നായകനെ നേരിടാൻ 3 വില്ലന്മാരാണ് വാസ്തവത്തിൽ ഈ പീഡാനുഭവ കഥയിൽ രംഗപ്രവേശം ചെയ്യുന്നത്. ആ 3 വില്ലന്മാരും 3 സംവിധാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് സത്യം. 1-ാമത്തെ വില്ലൻ കയ്യാഫാസാണ്. കയ്യാഫാസ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിലവിലുള്ള സർവ സംവിധാനങ്ങളുടെയും പ്രതിനിധിയാണ്. അദ്ദേഹം ഒരു വശത്ത് ഒരു മതാചാര്യനാണ്, മറുവശത്ത് ഒരു സാമൂഹിക നേതാവാണ്, ഒരു സമുദായത്തിൻ്റെ നേതാവായി അദ്ദേഹം വർത്തിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ റോമൻ അധികാരത്തിന് കീഴിൽ വ്യക്തമായ അധികാരം കൈയാളുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് കയ്യാഫാസ്. നമുക്കറിയാം, ഈ കയ്യാഫാസ് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ വഴിയിലെ പ്രതിസന്ധികളിലെ വലിയൊരു പ്രതിസന്ധി. എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ കയ്യാഫാസ് എന്ന വ്യക്തിക്ക് ഈശോയെ ഇഷ്ടമല്ല. മറ്റ് 3 കഥാനായകന്മാരെ കൂടി കണ്ടു കഴിഞ്ഞാൽ കയ്യാഫാസിനെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. 2-ാമത്തെ പ്രതിനായകൻ അഥവാ വില്ലൻ എന്ന് പറയുന്നത് പീലാത്തോസാണ്. പീലാത്തോസിനെ കുറിച്ചുള്ള വിവരണങ്ങൾ കേൾക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം ഒരു വിശുദ്ധനാണ് എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. പക്ഷേ അദ്ദേഹം നിക്ഷിപ്ത താല്പര്യങ്ങളോടെ വ്യക്തമായ കരുക്കൾ നീക്കിയ വളരെ തന്ത്രശാലിയായ ഒരു ഭരണകർത്താവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3-ാമത്തെ കഥാപാത്രം യൂദാസ്. ഈ 3 പേരും 3 തലങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. കയ്യാഫാസ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മതപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ പീലാത്തോസ് രാഷ്ട്രീയ അധികാരത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതേസമയം യൂദാസാകട്ടെ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പ്, ആഭ്യന്തരമായ എതിർപ്പ്, സഭയിൽ തന്നെയുള്ള എതിർപ്പിൻ്റെ സ്വരങ്ങളുണ്ട്, സഭയിൽ തന്നെയുള്ള വീഴ്ചകളും ഭിന്നതകളുമുണ്ട്. ഇത് വിശ്വാസ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും. സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ അധികാരങ്ങളുടെ എതിർപ്പുണ്ട്. അതോടൊപ്പം തന്നെ സഭയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഇതര വിശ്വാസ സംഹിതകളുടെ എതിർപ്പുണ്ട്. ഇത് 3 കൂടി ചേർന്നതാണ് കർത്താവിൻ്റെ ദുഃഖവെള്ളി എന്ന് നാം വായിച്ചെടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈശോ എന്ന വ്യക്തി ദുഃഖവെള്ളിയാഴ്ച അനുഭവിക്കുന്ന ആ ഒരു സങ്കടം മാത്രമല്ല പീഡാനുഭവ വിവരണത്തിൻ്റെ പൊരുള്. മറിച്ച് ആരെല്ലാം ഈശോയോടൊപ്പം ആ പാതയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരുടെയൊക്കെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ള 3 പ്രതിനായകന്മാരെ, വില്ലന്മാരെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള സത്യം ഈ ദുഃഖവെള്ളി നമ്മെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠമാണ്. നമുക്കറിയാം, കയ്യാഫാസ് എന്ന് പറയുന്നത് പലസ്തീനായിലെ ഭൂരിപക്ഷ മതമായ യഹൂദ മതത്തിൻ്റെ നായകനാണ്. ക്രിസ്തുവും ക്രിസ്തു ശിഷ്യന്മാരും വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗമാണ്. അവരെ ഇല്ലായ്മ ചെയ്താൽ യഹൂദ മതത്തിൻ്റെ കാര്യങ്ങൾ ഭദ്രമാകും എന്ന് ചിന്തിച്ച്
ജനം മുഴുവനും നശിക്കാതിരിക്കാൻ ഒരുവനെ കൊല്ലുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി കരുനീക്കുകയും ചെയ്തവനായിരുന്നു കയ്യാഫാസ് എന്ന് നമുക്കറിയാം. ഈ കയ്യാഫാസിൻ്റെ മനസ്സുള്ള പലരെയും നാം ചുറ്റുവട്ടങ്ങളിൽ കാണുന്നുണ്ട്. സമകാലിക ചിന്തകളിൽ ഇപ്രകാരമുള്ള വലിയ മതമർദ്ദനത്തിൻ്റെ കേളികൊട്ടുകൾ ആഗോളതലത്തിൽ നാം കേൾക്കുന്നുണ്ട്. സംഘടിത സമൂഹം അസംഘടിതരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്, ആയുധം കൈവശമുള്ളവർ അതില്ലാത്തവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം ആഗോളതലത്തിൽ ക്രൈസ്തവ വിശ്വാസം അനുഭവിക്കുന്ന വലിയ തീവ്രവാദ ഭീഷണികളെ ഇത്തരണത്തിൽ ചേർത്ത് വായിക്കാവുന്നതാണ്. കയ്യാഫാസിൻ്റെ മനസ്സുള്ളവർ ഈ കാലഘട്ടത്തിലുമുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ സമകാലിക ചരിത്രത്തിൽ നിന്ന് ഇഴപിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പീലാത്തോസ് വളരെ വ്യക്തമായ അജണ്ടയോടുകൂടിയാണ് ഈശോയുടെ വിചാരണ നിർവഹിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നത്. കാരണം ഈ പീലാത്തോസും കയ്യാഫാസും വളരെ ആത്മമിത്രങ്ങളായിരുന്നു. പ്രത്തോറിയത്തിലേക്ക് ഈശോയെയും കൊണ്ട് കയ്യാഫാസ് കടന്നു വരുമ്പോൾ മാത്രമാണ് ഈശോയെ കൊല്ലാൻ ഉള്ള ഉദ്ദേശം കയ്യാഫാസിനുണ്ട് എന്ന് പീലാത്തോസ് ചിന്തിച്ചത് എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. വളരെ വ്യക്തമായ മുൻധാരണയോടുകൂടിയാണ് കയ്യാഫാസും പീലാത്തോസും യേശുവിനെയും കൊണ്ടുവരുന്നത്. എന്നാൽ യേശുവിൻ്റെ പക്ഷത്ത് യേശുവിനെ സ്നേഹിക്കുന്നവരുടെ പിന്തുണ കൂടി തനിക്ക് ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടിയാണ് താൻ യേശുവിൻ്റെ പക്ഷത്താണ് എന്ന് പീലാത്തോസ് വരുത്തി തീർക്കുക. ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം കൊല്ലാനുള്ള ത്വര സൂക്ഷിക്കുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ പീലാത്തോസിനെ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈശോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കും. അതിൽ കൂടുതലുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് ഈശോ പറഞ്ഞത് പീലാത്തോസിനെ ഉദ്ദേശിച്ച് വളരെ ശരിയാണ്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈശോയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ മനുഷ്യൻ പരിശ്രമിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. സുവിശേഷകന്മാരും ആ ഒരു ധ്വനി സൂക്ഷിക്കുന്നുണ്ട്. എന്തിന് എന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന റോമൻ ഭരണകൂടത്തിന് മുൻപിൽ സുവിശേഷകന്മാർ വയ്ക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നിങ്ങളുടെ പ്രതിനിധിയായ പലസ്തീനായിലെ ഗവർണർ, യൂദയായുടെ ഗവർണർ പീലാത്തോസ് യേശുവിനെ വിചാരണ ചെയ്തിട്ട് കുറ്റമൊന്നും കണ്ടില്ല എന്ന് റോമൻ അധികാരികളെ ബോധ്യപ്പെടുത്താൻ സുവിശേഷകന്മാർ ആ ഒരു സങ്കേതം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പീലാത്തോസും കയ്യാഫാസും ആത്മമിത്രങ്ങളായിരുന്നു. അവരെല്ലാ കാര്യങ്ങളും കൂടിയാലോചിച്ചാണ് ചെയ്തിരുന്നത്. പീലാത്തോസിൻ്റെ പദ്ധതികൾക്ക് ദേവാലയ ഭണ്ഡാകാരത്തിൽ നിന്ന് വലിയ തോതിൽ സമ്പാദ്യം കയ്യാഫാസ് വിട്ടു നൽകുന്ന ചരിത്രം ജോസേഫൂസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നാട്ടിൽ ജലസേചന പദ്ധതി പീലാത്തോസ് നടപ്പിലാക്കാനുള്ള ഭീമമായ സംഖ്യ ദേവാലയത്തിലെ സ്വർണം കൈമാറ്റം ചെയ്തുകൊണ്ട് കയ്യാഫാസ് ലഭ്യമാക്കുന്ന കഥ വിവരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ആത്മബന്ധം വളരെ ആഴത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കയ്യാഫാസിനോട് ചേർന്ന് തന്നെ കരുനീക്കുന്നവനും എന്നാൽ പ്രത്യക്ഷത്തിൽ നിഷ്കളങ്കൻ എന്ന് തോന്നുന്നതുമായൊരു കഥാപാത്രമാണ് പീലാത്തോസ്. ഇത്തരത്തിലുള്ള മനുഷ്യരെയും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടും. അവർ നമുക്കൊപ്പമാണ് എന്ന് നമ്മൾ വിചാരിക്കും. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് നാം വിചാരിക്കുകയും നമ്മൾ അവരെ ആശ്രയിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടാകാം. പക്ഷേ അവരുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ തകർച്ചയാണ്, നമ്മുടെ മരണമാണ് എന്ന് നാം തിരിച്ചറിയാൻ വൈകിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ട്. കാപട്യത്തിൻ്റെ കണ്ണുകളോടെ നമ്മെ സമീപിക്കുന്ന
മനുഷ്യർ സത്യമായും നമ്മുടെ ജീവിതത്തെ സഹനപൂർണമാക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ, അപ്രകാരം നമ്മെ ചതിക്കുന്ന കപടമുഖങ്ങളുടെ, നമ്മുടെ ജീവിതത്തിൽ സഹായികളായെത്തുന്ന ചില പൊയ്മുഖങ്ങളുടെ പ്രതിനിധിയാണ് പീലാത്തോസ് എന്ന് ന്യായമായും നമുക്ക് ചിന്തിക്കാം, ഊഹിക്കാം. ഈശോ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പീലാത്തോസിനോട് മറുപടി പറയുന്നത് എന്ന് നമുക്കറിയാം. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരവും ഉണ്ടാകുമായിരുന്നില്ല. ഈ പീലാത്തോസിൻ്റെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈശോ തിരിച്ചു ചോദിക്കുന്ന എന്താണ്? നീ ഈ ചോദ്യം സ്വയമേ ചോദിക്കുന്നതാണോ അതോ വല്ലോർക്കും വേണ്ടി ചോദിക്കുന്നതാണോ എന്ന് ഈശോ എത്ര നിർഭയനായിട്ടാണ് പീലാത്തോസിനെ നേരിടുന്നത്. കാരണം നേരിൻ്റെ നിർഭയത്വമാണത്. സത്യമായും ഈശോ മിശിഹായ്ക്ക് ഈ വ്യക്തികളുടെയൊക്കെയും ഇംഗിതങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഈശോ പീലാത്തോസിനെ മുഖാമുഖം നേരിടുകയാണ്. പലപ്പോഴും ഈശോയോട് മറുപടി പറയാൻ വയ്യാതെ പീലാത്തോസ് മുഖം പിൻവലിക്കുന്നത് നമുക്കറിയാം. സത്യത്തിൽ നിന്നുള്ളവനെല്ലാം എൻ്റെ സ്വരം കേൾക്കുന്നു എന്ന് ഈശോ പീലാത്തോസിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. പീലാത്തോസെ, നിനക്കെൻ്റെ സ്വരം മനസ്സിലാകുന്നില്ല എങ്കിൽ അതിനൊരേ ഒരു അർത്ഥമേ ഉള്ളൂ: നീ സത്യത്തിൽ നിന്നുള്ളവനല്ല, നിന്റെ ഹൃദയത്തിൽ സത്യമില്ല, അതുകൊണ്ട് നിനക്കെന്നെ മനസ്സിലാക്കാനാവില്ല. പീലാത്തോസ് വളരെ നേർത്ത സ്വരത്തിൽ ചോദിച്ചു, എന്താണ് സത്യം? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കേൾക്കാനുള്ള ക്ഷമയല്ല, ധൈര്യം അവനില്ലാതെ പോയി. അവൻ ഉടനെ തന്നെ ജനത്തിൻ്റെ നേരെ തിരിഞ്ഞ് പറയുക, ഞാൻ ഈ മനുഷ്യനിൽ തെറ്റൊന്നും കാണുന്നില്ല എന്ന്. എന്താണ് സത്യം എന്ന ചോദ്യം ഈശോയോട് പീലാത്തോസ് ചോദിക്കുന്നുണ്ട്. എന്താണ് സത്യം? സത്യം മനുഷ്യനായി അവതരിച്ച് ഇതാ പീലാത്തോസിൻ്റെ മുമ്പിൽ നിന്നിട്ട് അവൻ എന്താണ് സത്യമെന്ന് ചോദിച്ചാൽ ഈശോയ്ക്ക് പറയാൻ ഒരു ഉത്തരമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. പീലാത്തോസ് ഉത്തരത്തിന് വേണ്ടി കാത്തിരുന്നാൽ. എന്താണ് സത്യം? പീലാത്തോസെ, നീ അസത്യമാണ്, നിന്റെ നിലപാടുകൾ അസത്യമാണ്, നീ ഇപ്പോൾ സംസാരിക്കുന്നത് കാപട്യത്തിൻ്റെ സ്വരത്തിലാണ് എന്ന് കർത്താവ് സത്യമായും അവനോട് പറയുമായിരുന്നു. അത് കേൾക്കാൻ ത്രാണിയില്ലാതെയാണ് അവൻ മുഖം തിരിച്ചത് എന്ന് ന്യായമായും ഊഹിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടുമ്പോൾ പതറിപ്പോകേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ വിധി നിർണയിക്കുന്നത് കയ്യാപ്പാസും പീലാത്തോസും ഒന്നുമല്ല, മറിച്ച് ദൈവപിതാവ് തന്നെയാണ് എന്ന ബോധ്യം ആരുടെയെല്ലാം ഹൃദയത്തിലുണ്ടോ അവർ ഇത്തരം പൊയ്മുഖങ്ങൾക്ക് മുൻപിൽ പതറിപ്പോകേണ്ട കാര്യമില്ല എന്ന് തിരിച്ചറിയുക. വീണ്ടും മൂന്നാമത്തെ കഥാപാത്രം യൂദാസ് ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താണ് ഈ യൂദാസിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈശോയുടെ ഒപ്പം നടന്ന് ഈശോയുടെ വചനങ്ങൾ കേട്ട് ഈശോയോടൊപ്പം ഉണ്ട് ഉറങ്ങി ജീവിച്ച അരിമ ശിഷ്യന്മാരിൽ ഒരാളാണ് യൂദാസ്. അത്രമേൽ ഈശോയോട് അടുത്ത് ജീവിച്ചവൻ. അവൻ ഈശോയോട് ഇഷ്ടമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും ഇഷ്ടമുണ്ട്. പക്ഷേ അവനെ തന്നെയാണ് എപ്പോഴും സ്നേഹിക്കാൻ പറ്റുക. അങ്ങനത്തെ മനുഷ്യരുണ്ട്. അവരേത് കൂട്ടായ്മയിലും കലഹമുണ്ടാക്കുന്ന മനുഷ്യരായിരിക്കും. നമ്മൾ വിചാരിക്കും ചില കൂട്ടായ്മയിൽ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നവർ വലിയ പ്രവാചക ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ്, വലിയ ആത്മാർത്ഥതയുടെ ആൾരൂപങ്ങളാണ് എന്നൊക്കെ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാനിടയുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾക്ക് പിന്നിൽ സ്വാർത്ഥതയുണ്ട്, സ്വന്തം കാര്യം നേടിയെടുക്കാനുള്ള വ്യഗ്രതയുണ്ട്. ഈ സമൂഹത്തിൻ്റെ നേതൃത്വം തൻ്റെ കൈകളിലാണ്, തൻ്റെ വാക്കാണ് ഈ സമൂഹത്തിൻ്റെ വാക്ക് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഗൂഢമായ തന്ത്രമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. യൂദാസ് എന്ന മനുഷ്യൻ്റെ പ്രശ്നം അതാണ്. അവൻ ഈശോയെ സ്നേഹിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യമായും അവൻ ഈശോയെ സ്നേഹിച്ചിരുന്നു. അവൻ ഈശോയുടെ ഒപ്പം നടന്നവനാണ്. ഈശോയ്ക്ക് വേണ്ടി അവൻ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം പണസഞ്ചി ഈശോ അവനെയാണ് ഏൽപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യമനുസരിച്ച് പണസഞ്ചി കയ്യിൽ പിടിക്കുന്ന ശിഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് ഗുരുവിനും ഇതര ശിഷ്യന്മാർക്കും വേണ്ട
3 നേരത്തെ ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്വം. പണസഞ്ചി കയ്യിൽ പിടിച്ച യൂദാസാണ് ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ 3 വർഷവും മിശിഹായിക്കും അവൻ്റെ ശിഷ്യന്മാർക്കും വേണ്ടി ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. ഒരുപക്ഷെ അത് യൂദാസ് സ്വയം ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുകയായിരുന്നില്ല. അവൻ മുന്നേ ഓടി ഈശോ പോകുന്ന വഴികളിലെ വലിയ വീടുകളിലൊക്കെ എത്തി ഈശോയ്ക്ക് വേണ്ടി വിരുന്ന് മേശകൾ സജ്ജീകരിച്ചിരുന്നു എന്ന് സുവിശേഷങ്ങളിലെ തുടർച്ചയായ വിരുന്ന് മേശകളുടെ വിവരണങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അവൻ ഈശോയെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, ഈശോയ്ക്കും ശിഷ്യഗണത്തിനും വേണ്ടി ഏറെ അധ്വാനം ചെയ്യുകയും ചെയ്ത മനുഷ്യനാണ്. പക്ഷേ അവൻ ഈശോ ആരാണ് എന്ന് മനസ്സിലായില്ല, ഈശോയുടെ മാർഗം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞില്ല. ഈശോ എപ്രകാരമാണ് പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റുന്നതും ദൈവരാജ്യം സ്ഥാപിക്കുന്നത് എന്നും അവന് മനസ്സിലായില്ല. പലപ്പോഴും നമ്മൾ ആഭ്യന്തരമായ ഭിന്നതകളെ വിശകലനം ചെയ്യുമ്പോൾ, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാകട്ടെ, ചിലപ്പോൾ സഭയിൽ തന്നെയാകട്ടെ, ചില ഇടവകകളിൽ കലഹമുണ്ടാക്കുന്ന മനുഷ്യരുണ്ട്. അവർ നീതിയുടെ അപ്പസ്തോലന്മാരായി വളരെ പെട്ടെന്ന് രംഗപ്രവേശം ചെയ്യും. ചില രൂപതകളിൽ ഇപ്രകാരം കലഹിക്കുന്ന വൈദികരുണ്ടാകാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, സഭയിൽ ഇത്തരത്തിലുള്ള വലിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നവർ എല്ലാ തലങ്ങളിലുമുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് അൽമായരുടെ ഇടയിലുണ്ട്, വൈദികരുടെ ഇടയിലുണ്ട്, മെത്രാന്മാരുടെ ഇടയിലുണ്ട്. ഇതൊക്കെ പലപ്പോഴും നമ്മൾ വിചാരിക്കും അവർ നീതിയുടെ അപ്പസ്തോലന്മാരാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, നമ്മളത് നിഷേധിക്കുന്നില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും യൂദാസിനെ പോലെ നിക്ഷിപ്ത താല്പര്യങ്ങളോടെയാണ് ഒപ്പം നിന്നവനെ ഒറ്റിക്കൊടുക്കാനുള്ള വ്യഗ്രത. അത് കൂട്ടത്തിൽ നിന്ന് കുതികാല് വെട്ടുന്ന മനസ്സ്, അത് നീതിയുടെ ശബ്ദമല്ല, അതിൽ പ്രവാചകത്വത്തിൻ്റെ ധ്വനിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. യൂദാസിനെ പോലെ മിശിഹായുടെ വില, അവൻ്റെ മഹത്വം മനസ്സിലാക്കാത്തവർ മാത്രം ചെയ്യുന്ന കർമ്മമാണ്. അത്തരത്തിലുള്ള മനുഷ്യരെയും നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഒരുപക്ഷെ നമ്മുടെ തന്നെ വീട്ടിൽ നിന്നാകാം നമുക്കെതിരായ കരുനീക്കങ്ങൾ നടക്കുക. നമ്മുടെ തന്നെ കൂട്ടായ്മയിൽ നിന്നാകാം നമുക്കെതിരായ കരുനീക്കങ്ങൾ നടക്കുക. അത് യൂദാസിൻ്റെ മനസ്സുള്ളവർ ഈ കാലഘട്ടത്തിലുമുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയായി അതിനെ തിരിച്ചറിഞ്ഞാൽ മതി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ യൂദാസ് 30 വെള്ളി നാണയത്തിനാണ് ഈശോയെ ഒറ്റാൻ ശ്രമിക്കുക. നമുക്കറിയാം, 30 വെള്ളി നാണയം എന്ന് പറഞ്ഞാൽ പുറപ്പാട് പുസ്തകത്തിൽ അടിമകളെ സംബന്ധിക്കുന്ന നിയമം പറയുമ്പോൾ, ഒരടിമയ്ക്ക് പരിക്കേറ്റാൽ പരിഹാരമായി കൊടുക്കേണ്ട തുകയാണ് 30 വെള്ളി നാണയങ്ങൾ എന്ന് പറഞ്ഞു. ഒരടിമയുടെ വിലയാണ് വാസ്തവത്തിൽ ഈ 30 വെള്ളി നാണയം എന്ന് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, യൂദാസ്, കയ്യാഫാസ് ഈശോയ്ക്ക് ഇട്ട വില എന്ന് പറയുന്നത് കേവലം മുറിവേറ്റ ഒരു അടിമയുടെ വില മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചതികളിലേക്ക്, കുതികാല് വെട്ടലുകളിലേക്ക്, ആഭ്യന്തര ഭിന്നതകളിലേക്ക് നാം നീങ്ങിപ്പോകുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവപുത്രൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകാതെ പോകുന്നതുകൊണ്ട്. ദൈവപുത്രൻ്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നില്ല. കാരണം ദൈവം നിന്നെ എന്തുമാത്രം വിലമതിച്ചു എന്നുള്ളത് നീ ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് നീ തന്നെ ഇത്രയും വില കുറഞ്ഞ നിലപാടുകളിലേക്ക് നീങ്ങിപ്പോവുക. നിന്റെ ദൈവം നിനക്കിട്ട വില എന്തുമാത്രം എന്ന് ചോദിച്ചാൽ, പ്രിയ സഹോദര സഹോദരി മനസ്സിലാക്കുക, നിന്റെ ദൈവം നിനക്കിട്ട വില എന്ന് പറഞ്ഞാൽ ദൈവപുത്രനായ ഈശോ മിശിഹായുടെ വിലയാണ്. ഈശോ മിശിഹായുടെ ജീവന്റെയും രക്തത്തിൻ്റെയും വിലയാണ് ദൈവം നിനക്കിട്ട വില എന്ന് നീ മനസ്സിലാക്കുക. പക്ഷേ നീ ഈശോ മിശിഹായ്ക്കിട്ട വില മുറിവേറ്റ ഒരു അടിമയുടെ വില മാത്രമാണ്. അവിടെയാണ് അന്തരമെന്ന് പറയുന്നത്. ആ അന്തരമാണ് നമ്മെ കൂട്ടത്തിനെ ഒറ്റിക്കൊടുക്കാനും
സഭയെ വേദനിപ്പിക്കുന്ന നിലപാടുകളിലേക്ക് നീങ്ങാനും പ്രേരിപ്പിക്കുന്നത് എന്ന സത്യം ഓർക്കുക. പലപ്പോഴും നമ്മൾ പ്രിയപ്പെട്ടവരെ കൈവെടിയുന്നതിൻ്റെയും ഒറ്റപ്പെടുത്തുന്നതിൻ്റെയും കുറ്റപ്പെടുത്തുന്നതിൻ്റെയും ഒറ്റിക്കൊടുക്കുന്നതിൻ്റെയും ഒക്കെ പിന്നിൽ മിശിഹായുടെ യഥാർത്ഥ വില മനസ്സിലാകാതെ പോകുന്നത് കൊണ്ട്, ദൈവം നമ്മെ എന്തുമാത്രം വിലമതിച്ചു എന്ന സത്യം മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ്. അവൻ എന്നെ മനസ്സിലാക്കിയില്ല, അവൻ എന്നെ വേണ്ട നേരത്ത് സഹായിച്ചില്ല, വേണ്ട നേരത്ത് എനിക്ക് പിന്തുണ തന്നില്ല, അതുകൊണ്ട് ഞാൻ അവനെ വെട്ടിവീഴ്ത്തും എന്ന നിലപാടോട് നമ്മൾ കരുക്കൾ നീക്കുമ്പോൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, നിന്നെ യഥാർത്ഥത്തിൽ വിലമതിച്ച ഒരു ദൈവപുത്രൻ ഉണ്ടായിരുന്നു. അവൻ നിനക്കിട്ട വില സ്വന്തം ജീവൻ്റെ വിലയാണ്, സ്വന്തം രക്തത്തിൻ്റെ വിലയാണ്, സ്വന്തം ആത്മാവിൻ്റെ വിലയാണ് എന്നുള്ള സത്യം ഗ്രഹിക്കുമ്പോൾ നമുക്ക് ഈ പ്രതിനായക സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ നിർബന്ധ ബുദ്ധിയോടെ പരിശ്രമിക്കേണ്ടി വരും. അതുകൊണ്ട് കയ്യാഫാസുമാരുടെ, പീലാത്തോസുമാരുടെ, യൂദാസുമാരുടെ പിന്മുറയിലുള്ളവരെ കാണുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ തിരുഹിതം പൂർത്തിയാക്കാൻ അവരും ആവശ്യമുണ്ട്. പക്ഷേ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്, നീ ഒരിക്കലും ആ പ്രതിനായക സ്ഥാനത്ത് ആകരുത്, മറിച്ച് നീ എപ്പോഴും ക്രിസ്തുവിൻ്റെ ഒപ്പം ആയിരിക്കും. അവൻ്റെ ഒപ്പമായിരുന്ന ഒരേ ഒരു ശിഷ്യനേ ഉള്ളൂ. ഈ പ്രതിനായകന്മാരുടെ ഇടയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ഒപ്പം നിലപാടെടുക്കുന്ന ഒരേ ഒരു ശിഷ്യൻ, അത് യോഹന്നാനാണ്. അവൻ വിചാരണവേളയിൽ കർത്താവിൻ്റെ ഒപ്പമുണ്ട്. കാൽവരിയിൽ പിടഞ്ഞു മരിക്കുന്ന നേരത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് യോഹന്നാൻ കുരിശിലേക്ക് ഇമവെട്ടാത്ത കണ്ണുകളോടെ, നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്നുണ്ട് എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. ജീവിതത്തിൽ യോഹന്നാനെ പോലെ പ്രതിബദ്ധതയുടെ സ്ഥിരത ആർക്കുണ്ടോ അവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എന്ന തിരിച്ചറിവ് നമുക്ക് സ്വന്തമാക്കാം. ദുഃഖവെള്ളിയാഴ്ച നാം ആവർത്തിക്കുന്ന പ്രാർത്ഥന, ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശിനാൽ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ധ്യാനചിന്തകളുടെ തുടർഭാഗത്തിനായി കാത്തിരിക്കാം. ദൈവം അനുഗ്രഹിക്കും.
ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ പരമ അടയാളമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകാരുണ്യം നമ്മളിലേക്ക് പെയ്തിറങ്ങുന്ന സ്നേഹത്തിൻ്റെ ഉടമ്പടിയായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യകുലത്തോടുള്ള ശാശ്വതമായ സ്നേഹം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മോട് സഹവസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിന്റെ ദൈവവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. യെശയ്യായുടെ പുസ്തകം 43:3. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനും കർത്താവുമായവൻ നമ്മുടെ കൂടെ ഈ അൾത്താരയിൽ സന്നിഹിതനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ഭയന്നു നിന്ന ദൈവജനത്തിന് പകരമായി തൻ്റെ സാമീപ്യവും സാന്നിധ്യവും പ്രിയ ജനതയ്ക്ക് നൽകിക്കൊണ്ട് ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. സ്നേഹത്തോടെ നമ്മെ അവിടുത്തെ പക്കലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്നു. സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് ആരാധന അർപ്പിക്കാം. ദൈവത്തിൻ്റെ ഈ പരമമായ സ്നേഹത്തെ നന്ദിപൂർവ്വം ഓർത്ത് ഹൃദയം കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരാം. ഇതാ ഹോരേബ് മലയിൽ ദൈവ സാന്നിധ്യത്തിൽ ഭയന്ന് വിറച്ച മോശയെപ്പോലെ അകന്നു നിൽക്കാനല്ല, അവൻ്റെ സ്നേഹത്തിൻ്റെ ഉറവ പറ്റാത്ത ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ഈ ദിവ്യകാരുണ്യനാഥൻ ഈ സമയം നമ്മെ എല്ലാവരെയും വിളിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു? പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീ കാട്ടൊലിവിൻ്റെ മുളയായിരുന്നു, നിന്നെ ഇതാ തോട്ടത്തിലെ നാട്ടൊലിവിലേക്ക് അവിടുന്ന് ഒട്ടിച്ചു വച്ചിരിക്കുന്നു. നാം എല്ലാവരും കർത്താവിൻ്റെ നാട്ടൊലിവായ കർത്താവിൻ്റെ തിരുശരീരത്തിലേക്ക് ചേർക്കപ്പെടുന്ന വിഷയങ്ങളാണ്. ആ ഒലിവ് മരത്തിൻ്റെ ജീവരസം നമ്മളിലേക്ക് ഒഴുകി വരുന്ന സമയമാണിത്. സ്നേഹത്തോടെ സർവം മറന്ന് കർത്താവിലേക്ക് നമുക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കാം. സങ്കീർത്തകൻ പറയുന്നു, എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ കർത്താവാണ് എൻ്റെ ബലം,
അവിടുന്നാണ് എൻ്റെ ഏക ഓഹരി. അവിടുന്ന് മാത്രമാണ് എനിക്കുള്ള ഓഹരി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയവും മനസ്സുമെല്ലാം ക്ഷീണിതരായി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അണയുമ്പോൾ അവിടുന്ന് നൽകുന്ന ജീവശക്തി ഈ ജീവൻ്റെ അപ്പത്തിൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. കർത്താവ് നമ്മളോട് പറയുകയാണ്, നിന്റെ ഏക ഓഹരി ഞാനായി തീരുമ്പോൾ നിന്റെ മനസ്സും ഹൃദയവും എല്ലാം തളർന്നു പോയാലും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ആ ദൈവത്തെ ആരാധിക്കാനുള്ള വിശുദ്ധ നിമിഷങ്ങൾ വലിയ സന്തോഷത്തോടും ആഹ്ലാദത്തോടും ഹൃദയം തുറന്ന് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഏൽപ്പിച്ചുകൊണ്ടും നമുക്ക് ഈ ആരാധന നിമിഷങ്ങളിൽ ഈ ദിവ്യകാരുണ്യ സവിധത്തിലായിരിക്കാം. ഇടയവനായ ദൈവത്തിൻ്റെ പക്കൽ സൃഷ്ടികളായി നമ്മൾ നിൽക്കുന്നു. അവൻ നമ്മളെ തൻ്റെ സ്നേഹിതരാക്കി ഇവിടെ നിർത്തിയിരിക്കുക. ദൈവമേ, ബലഹീനമായ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ബലം നൽകുന്ന നീയാണ് ഞങ്ങളുടെ സർവസമ്പത്തും ഞങ്ങളുടെ സർവസ്വവുമെന്ന് ഏറ്റുപറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം നൽകുന്നു. കർത്താവേ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം നൽകി സർവഭയങ്ങളിൽ തന്നെ മോചിപ്പിക്കുന്നുവെന്ന് സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളും പറയുകയാണ്. എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം നൽകി സർവഭയങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്ന എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ആകുലതകളെയും ദുഃഖ ദുരിതങ്ങളെയും രോഗപീഠകളെയും എല്ലാം തിരുമുമ്പിൽ അർപ്പിക്കുന്നു. സർവഭയങ്ങളിൽ നിന്നും സർവ്വ ദുരിതങ്ങളിൽ നിന്നും തിന്മയുടെ സകല തന്ത്രങ്ങളിൽ നിന്നും വിമോചനവും വിടുതലും നൽകുന്ന ദൈവമേ, ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. കരമുയരട്ടെ, സ്വരമുയരട്ടെ, ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകനായ യേശുവേ, സർവ്വ അഭയവും നിന്നിലാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയെ ആശ്രയിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുന്ന ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാനയിൽ കർത്താവ് രക്ഷാകര രഹസ്യങ്ങളെ മുഴുവൻ വെളിപ്പെടുത്തുകയാണ്. അവിടുത്തെ രക്ഷാകര പ്രവൃത്തികൾ മുഴുവൻ വീണ്ടും പുനരാവിഷ്കരിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് അവിടുന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ദിനങ്ങളാണ്. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഉജ്ജ്വലനായി നിൽക്കുന്ന ദൈവത്തിനാണ്, പക്ഷേ കൊല്ലപ്പെട്ട കുഞ്ഞാടാണ്. കൊല്ലപ്പെട്ട കുഞ്ഞാട് നിങ്ങൾക്കായി അർപ്പിക്കപ്പെടുന്ന എൻ്റെ ശരീരം. അവൻ കൊല്ലപ്പെട്ടവനാണെങ്കിലും നമുക്ക് വേണ്ടി കൊടുക്കപ്പെട്ടവനാണ്. അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി കൊടുത്തു. ഈ തിരുശരീരത്തിൽ, ഈ തിരുവോസ്തിയിൽ, ഈ ദിവ്യകാരുണ്യത്തിൽ, ഈ പരമമായ വിശുദ്ധ കുർബാനയിൽ അവൻ നമുക്കായി കൊടുത്ത ത്യാഗങ്ങളുടെയും പീഡകളുടെയും സഹനങ്ങളുടെയും കഥ നമുക്ക് ഒരു നിമിഷം തിരിച്ചറിയാം, ഹൃദയം കൊണ്ട് ഒപ്പിയെടുക്കാം. നസ്രായനായ യേശുവിൻ്റെ ആ നസ്രത്തിലെ തച്ചൻ്റെ വേദനകളും കണ്ണുനീരും വിയർപ്പും അവൻ്റെ നൊമ്പരങ്ങളും സങ്കടങ്ങളും കഷ്ടതകളും സഹനങ്ങളും മരണവുമെല്ലാം നിഴലിക്കുന്ന ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി അവൻ്റെ സ്നേഹത്തെ അനുസ്മരിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എന്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എന്റെ ഈശോ പരിഹാര ബലി
തികഞ്ഞവനേ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എന്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എന്റെ ഈശോ പരിഹാര ബലിയായി. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയ. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയ. രോഗം പൊറുത്തതും കേളു പ്രാർത്ഥിച്ചതും ഞാൻ അനുദായിയായി തീരാ. എനിക്കായി എന്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എന്റെ ഈശോ പരിഹാര ബലിയായി. അവിടുത്തെ മക്കളായ നമുക്കും തിരുസാന്നിധ്യത്തിൽ ആനന്ദിക്കാം. നമുക്കായി അവിടുന്ന് ചെയ്തതെല്ലാം ഓർക്കാം. നാം സന്തോഷിക്കാൻ വേണ്ടി, നാം ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി അവിടുന്ന് ദുഃഖങ്ങളും പാടുപീഡകളും ഏറ്റെടുത്തു. വിശുദ്ധ പാദ്രി പിയോ പറയുന്നു, 1000 വർഷത്തെ ലൗകിക ആനന്ദത്തെക്കാൾ എൻ്റെ ദിവ്യകാരുണ്യ നാഥന്റെ പക്കൽ 1 മണിക്കൂർ ആയിരിക്കുന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു. ലൗകികമായ ആനന്ദങ്ങളെക്കാൾ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ, അവിടെ നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നന്ദി നിറയും, സന്തോഷം നിറയും. നീതിമാനായ ദൈവത്തെ സ്തുതികൾ ആലപിച്ച് മഹത്വപ്പെടുത്തുവിൻ. കർത്താവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവിൻ. രക്ഷകനായ ദൈവത്തിന് ആനന്ദഗീതികൾ ആലപിക്കാൻ ഈ സമയങ്ങൾ കർത്താവ് നമുക്ക് തന്നിരിക്കും. ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ സമയം ആ രക്ഷയെ പ്രകീർത്തിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ട അവൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകുന്നവനാണ് അവിടുന്ന്. നമ്മുടെ പ്രാർത്ഥന കേട്ട് സർവ ഭയങ്ങളിൽ നമുക്ക് വിമോചനം തരുന്നവനാണ് അവിടുന്ന്. ദൈവമേ, നിന്റെ പ്രിയപുത്രന്റെ എല്ലാ ജനതയ്ക്കും വേണ്ടി തുറക്കപ്പെട്ട ആ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ചേർത്ത് വയ്ക്കുന്നു. ദുഃഖം അനുഭവിക്കുന്ന എല്ലാ ജനതകളെയും സമർപ്പിക്കുന്നു. മാറാ രോഗങ്ങൾ, പലവിധത്തിലുള്ള സഹനങ്ങൾ, അക്രമങ്ങൾ, അനീതിയുടെ അടിമകളായി കഴിയുന്ന എല്ലാ മക്കളെയും യേശുവേ സ്നേഹത്തോടെ നിനക്ക് സമർപ്പിക്കുന്നു. എല്ലാ തരത്തിലും ജീവിതം അടുത്ത് കഴിയുന്ന അനേകം വ്യക്തികൾ, യുവജനങ്ങൾ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, കർത്താവേ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ എല്ലാ ജനതയ്ക്കും വേണ്ടി നേടിയ രക്ഷയുടെ അനുഭവം, സകല രക്ഷയുടെ സൗഭാഗ്യവും
ഞങ്ങളിലേക്ക് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ സമയങ്ങളിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും നിന്റെ പക്കലേക്ക് ഉയർത്തുന്നു. ദിവ്യകാരുണ്യമേ, എല്ലാറ്റിനും ഉത്തരമായിട്ടുള്ള നിന്റെ സവിധത്തിൽ ഞങ്ങളുടെ കഷ്ടതകളും കണ്ണുനീരും എല്ലാം സമർപ്പണം ചെയ്യുന്നു. എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന അവിടെ നിന്നാണല്ലോ. ഞങ്ങളുടെ കണ്ണുനീരിനെ പുഞ്ചിരിയാക്കി മാറ്റുന്നതും ഞങ്ങളുടെ സഹനങ്ങളും ദുഃഖങ്ങളും ഒക്കെ കയ്പ് നിറഞ്ഞ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ആനന്ദത്തിൻ്റെ അനുഭവമാക്കി മാറ്റുന്നതും ദിവ്യകാരുണ്യനാഥ അവിടുത്തെ തിരുസാന്നിധ്യത്തിൻ്റെ ശക്തിയാണെന്ന് തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസകരമായ അനുഭവങ്ങളും രോഗപീഠകളും പാപബന്ധനങ്ങളും അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങളും വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സമയങ്ങളിൽ എല്ലാ മക്കളുടെ മേലും അഭിഷേകം ചെയ്യണമേ. അസ്വസ്ഥകളിലെല്ലാം വിടുവിക്കണമേ. എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറാ രോഗങ്ങളും പകർച്ചവ്യാധികളും ഈ സമൂഹത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. ഓരോ കുടുംബങ്ങളിൽ വിട്ടുപോകട്ടെ. എല്ലാ അന്ധകാര പ്രവൃത്തികളിൽ ഞങ്ങൾക്ക് വിടുതലും വിമോചനം തരുവാൻ പുരുഷനായ യേശുവേ, ബുദ്ധിതനായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്ര ഞങ്ങളിതാ യാചിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരമുയർത്തണമേ. നിറമിഴിഞ്ഞ് കൈകൾ കൊണ്ട് ആശീർവദിക്കണമേ. രക്ഷ ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. നമുക്കൊരു ആരാധന ഗാനം പാടി കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്, രക്ഷയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. ഒന്നു വന്നാൽ മതി എന്നുള്ളീശോ, നിൻ സ്നേഹമൊന്നു രുചിച്ചറിയാൻ. ഒന്നറിഞ്ഞാൽ മതി എന്നുള്ളീശോ, ആത്മാവിൽ ആനന്ദം നിറഞ്ഞൊഴുകാം. എന്നേശുവേ, എൻ ദൈവമേ, വന്ന് വസിക്കണേ എന്റെ ഉള്ളിൽ. എന്നേശുവേ, എൻ സ്നേഹമേ, എന്നിലയണേ എന്നുമെന്നും. ഒന്നു തൊട്ടാൽ മതി എന്നെ പൊന്നീശോ, എൻ ദുഃഖങ്ങളെല്ലാം അകന്നു പോകാം. ഒന്നു തൊട്ടാൽ മതി എന്നെ പൊന്നീശോ, എൻ ദുഃഖങ്ങളെല്ലാം അകന്നു പോകാം. ഒരു വാക്കു മാത്രമരുൾ ചെയ്താൽ മതി, ഒരു വാക്കു മാത്രമരുൾ ചെയ്താൽ മതി, എന്നിലെ മുറിവുകൾ സൗഖ്യമാകുവാൻ. എന്നേശുവേ, എൻ ദൈവമേ, വന്ന് വസിക്കണേ എന്റെ ഉള്ളിൽ. എന്നേശുവേ, എൻ സ്നേഹമേ, എന്നിലയണേ എന്നുമെന്നും. നമുക്ക് മുട്ടന്മേൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ദിവ്യമായ ആശീർവാദം സ്വീകരിക്കാം. ഈ സമയങ്ങളിൽ നമ്മെ അനുഗ്രഹിച്ച ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വഴികളിലേക്ക് സൗഖ്യമായി, ശക്തിയായി, സമാധാനമായി, സന്തോഷമായി, ബലമായി, കോട്ടയായി എല്ലാം തീരുന്ന സമയം ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായി തന്നിരിക്കുന്ന ഈ ദിവ്യകൂദാശിയുടെ വലിയ കൃപ കർത്താവേ, സമയങ്ങളിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ, ഞങ്ങളെ തൊട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് നിൻ്റെ വിശുദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. യേശുവേ, ഈ ആശീർവാദം ഏറ്റുവാങ്ങുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ, മനസ്സുകൾ, ഞങ്ങളുടെ ആത്മാവ്, ശരീരമെല്ലാം നവീകരിക്കപ്പെടട്ടെ.
അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ തൃത്വൈക സ്നേഹത്താൽ ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ സ്വന്തമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, നിൻ്റെ ആശീർവാദത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം പുത്തനാക്കപ്പെടട്ടെ. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ ശക്തി, അവിടുത്തെ രക്ഷയുടെ അനുഭവം ഞങ്ങൾ ഓരോരുത്തരും നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരേ, മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. ദിവ്യശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ. ദിവ്യനിടത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.